പ്രിയപ്പെട്ടവരെ, ഒരു ദുരന്തമുഖത്ത് നിന്നാണ് നമ്മൾ അതിനെ അതിജീവിച്ച് കടന്നു വന്നത്. നിരവധി സഹോദരങ്ങളുടെ ജീവൻ നഷ്ടമായി. അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. നഷ്ടങ്ങൾക്ക് പകരമാകാൻ ഒന്നിനും സാധിക്കില്ല. സർക്കാർ ആ കുടുംബങ്ങളെ ചേർത്ത് നിർത്തും. എപ്പോഴും എന്ന പോലെ ഒറ്റക്കെട്ടായി നമ്മൾ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കും. പ്രളയ ദുരന്തങ്ങൾ നേരിടാൻ ശാസ്ത്രീയമായ സംവിധാനമാണ് സർക്കാർ ആവിഷ്കരിക്കുന്നത്. എല്ലാവരുടെയും പിന്തുണയോടെ നമ്മളത് നടപ്പാക്കും. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ലോകമുറങ്ങിയപ്പോൾ ഇന്ത്യ പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിൻ്റെ പുത്തൻ പുലരിയിലേക്കും കൺതുറന്നു. അന്ന് ത്രിവർണ പതാക ഉയർത്തി പ്രതീക്ഷയുടെ നറുവെളിച്ചം പരത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രാജ്യത്തോട് പറഞ്ഞു, വരും ദിനങ്ങൾ എളുപ്പമുള്ളതോ വിശ്രമത്തിൻ്റേതോ അല്ല, നിരന്തര പ്രയത്നത്തിൻ്റെ കാലമാണ് വരുന്നത്. നമ്മളോട് ചെയ്ത പ്രതിജ്ഞകളും ഇന്ന് കൈക്കൊള്ളുന്ന പ്രതിജ്ഞയും യാഥാർത്ഥ്യമാക്കാനുള്ളതാണ് ഇനിയുള്ള ഓരോ ദിവസങ്ങളും. ഇന്ത്യക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുകയെന്നാൽ കഷ്ടത അനുഭവിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾക്കായി പ്രവർത്തിക്കുക എന്നതാണ് അർത്ഥം. പട്ടിണിയും നിരക്ഷരതയും രോഗപീഠകളും അസമത്വവും ഇല്ലാതാക്കുക എന്നതാണ് ആ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം. എല്ലാ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുടച്ചു മാറ്റുക എന്നാണ് നമുക്കിടയിലെ മഹത് വ്യക്തികൾ ആഗ്രഹിച്ചത്. അത് യാഥാർത്ഥ്യമാക്കുക എളുപ്പമല്ല. പക്ഷേ കണ്ണീരും കഷ്ടപ്പാടുമുള്ള കാലത്തോളം നമ്മുടെ കഠിനാധ്വാനം അവസാനിക്കുന്നില്ലെന്ന് പ്രതിജ്ഞ ചെയ്യാം. സ്വാതന്ത്ര്യ ദിനത്തിൽ പുതുയുഗ കേരളത്തിന് വേണ്ടി നമുക്കും പ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. കരുണയും സേവന തൽപരതയും സഹിഷ്ണുതയുമുള്ള കേരളമാണ് ഉയർക്കൊള്ളേണ്ടത്. വികസനോന്മുഖമായ പ്രവർത്തനങ്ങളും ഭരണഘടനാ മൂല്യങ്ങളും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിച്ചുള്ള കഠിനാധ്വാനവും പുതുതലമുറയെയും മുതിർന്ന പൗരന്മാരെയും ചേർത്ത് പിടിച്ചുള്ളതുമാകട്ടെ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം. ആധുനികമായ കേരളം, പുത്തൻ ആശയങ്ങളുടെ കേരളം, സമൃദ്ധിയും സന്തോഷവുമുള്ള കേരളം, സുരക്ഷിത കേരളം, ഇന്ത്യക്ക് വഴികാട്ടിയാകുന്ന കേരളം. ഇതിനായി ശ്രമിക്കുമ്പോൾ ലക്ഷ്യവും മാർഗവും ഒരുപോലെ വ്യക്തമായി മനസ്സിൽ കുറിക്കേണ്ടതുണ്ട്. ജനാധിപത്യ മൂല്യങ്ങൾ, ഭരണഘടനാ തത്വങ്ങൾ, തുല്യതയും നീതിയും പ്രകൃതിക്കിണങ്ങുന്നതും കാലാവസ്ഥാ മാറ്റം കണക്കിലെടുത്തുള്ളതുമായ വികസനം എന്നിവയാണ് ഈ കാലം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇതിനായി അക്ഷീണം പ്രവർത്തിക്കണം. തോളോട് തോൾ ചേർന്ന് ജാതിയും മതവും ലിംഗവിവേചനവും രാഷ്ട്രീയ അന്ധതയും വിദ്വേഷവും കൈവെടിഞ്ഞ് ഒറ്റക്കെട്ടായി മുന്നേറാകാനാകണം. ഇതാകണം സ്വാതന്ത്ര്യം പുലർന്ന ഈ പുണ്യമായ പുലരിയിലെ നമ്മുടെ പ്രതിജ്ഞ. കേരളം സഹ്യനും അറബിക്കടലിനും ഇടയ്ക്കുള്ള ഒരു ഭൂപ്രദേശം മാത്രമല്ല. വിവിധ ജീവിത രീതികൾ, വിശ്വാസങ്ങൾ, തൊഴിലുകൾ, കലകൾ, ഭക്ഷണരീതികൾ, പലതരം മനുഷ്യർ, അവരുടെ സ്വപ്നങ്ങൾ, ആകുലതകൾ, പ്രയത്നങ്ങൾ എല്ലാം ചേർന്നൊരു മനോഹരവും അതുല്യവുമായൊരു സങ്കലനം കൂടിയാണ് ഇന്ത്യയുടെ ഒരു ചെറുപതിപ്പ്. അതേസമയം തനതായ വ്യക്തിത്വമുള്ള ഒരിടം. ഇന്ത്യയുമായും ലോകവുമായും നിരന്തരം സംവദിച്ചും കൊടുത്തും വാങ്ങിയും ഈ ചെറു സംസ്ഥാനം ലോകത്തോളം വളരുകയാണ്. വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും മുതൽ മതേതരത്വത്തിലും സാക്ഷരതയിലും സഹിഷ്ണുതയിലും രാഷ്ട്രീയ ബോധ്യത്തിലും രാജ്യത്തിന് മാതൃകയുമായി. ഈ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാവണം നമ്മുടെ പുതുയുഗ കേരളത്തിനായുള്ള പരിശ്രമം. മതേതരത്വവും ജനാധിപത്യ ബോധവും തുല്യതയുമാണ് നമ്മുടെ കരുത്തും ഊർജവും. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. പട്ടിണി, രോഗം, തൊഴിലില്ലായ്മ എന്നിവയാണ് ഏത് ജനതയെയും പിന്നോട്ടടിക്കുന്ന 3 കാര്യങ്ങൾ. 79 വർഷങ്ങൾ പിന്നിടുമ്പോഴും കേരളത്തിലും നമ്മുടെ രാജ്യത്തും ഇവ ഇന്നും അവശേഷിക്കുന്നുവെന്നത് യാഥാർത്ഥ്യമാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ സഹോദരങ്ങൾ, മുതിർന്ന പൗരന്മാർ, ന്യൂനപക്ഷങ്ങൾ, ട്രാൻസ്ജെൻഡേഴ്സ്, ഇങ്ങനെ പ്രത്യേക പരിഗണനയും കരുതലും വേണ്ടവർ ഇപ്പോഴും അനേകം പ്രശ്നങ്ങളും പ്രതിസന്ധികളും അരക്ഷിതാവസ്ഥകളും നേരിടുകയാണ്. കുട്ടികളും ചെറുപ്പക്കാരും പരീക്ഷാ നടത്തിപ്പ് മുതൽ തൊഴിലവസരങ്ങളുടെ കുറവ് വരെയുള്ള ഒരു കൂട്ടം കൊടിയ പ്രശ്നങ്ങളുടെ നടുവിലാണ്. കൃഷിക്കാരും തൊഴിലാളികളും തീരദേശത്തെ ജനങ്ങളും നേരിടുന്ന വെല്ലുവിളികളും അനവധിയാണ്. ഇവ നിലനിൽക്കുന്നിടത്തോളം കാലം എങ്ങനെയാണ് നമുക്ക് വിശ്രമിക്കാനാകുക? കണ്ണീരും കഷ്ടപ്പാടുമുള്ള കാലത്തോളം നമ്മുടെ കഠിനാധ്വാനം അവസാനിക്കുന്നില്ല
എന്ന പണ്ഡിറ്റ്ജിയുടെ വാക്കുകളുടെ പ്രസക്തി ഇവിടെയാണ് കാണേണ്ടത്. രാജ്യവും ലോകവും കേരളവും ഇന്ന് പ്രത്യേകമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. യുദ്ധവും എല്ലാം നഷ്ടപ്പെട്ടുള്ള പലായനങ്ങളും അനാഥത്വവും ഒരു വശത്ത്, സാമ്പത്തിക പ്രശ്നങ്ങളും കാലാവസ്ഥാ മാറ്റവും കാർഷിക പ്രതിസന്ധിയും മറുവശത്ത്. ജനാധിപത്യ അവകാശങ്ങളെ ചവിട്ടിമെതിക്കുന്നതും ആവർത്തിക്കുന്ന കഥയായി കഴിഞ്ഞു. ഏറ്റവും സൂക്ഷ്മമായി പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് ഭാവിയെ നോക്കിക്കണ്ട് പുതുതലമുറയെ ചേർത്തുപിടിച്ച് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കേണ്ട സമയമാണിത്. ജനാധിപത്യം നിരന്തരമായ സംവേദനമാണ്. എതിർപ്പും ചോദ്യം ചെയ്യലും തുറന്ന സംഭാഷണവും തിരുത്തലും ജനാധിപത്യത്തെ പുനരുജ്ജീവിപ്പിക്കുന്നു. ഏകവിളത്തോട്ടത്തിൽ ഒരേ ഇനം മനുഷ്യരെ വളർത്തി ഒരേ ഭാഷയും ഒരേ വിശ്വാസവും ഒരേ ജീവിതശൈലിയും വളർത്തുന്ന ഏത് വ്യത്യസ്തതയെയും ഭയക്കുന്ന വെറുപ്പിൻ്റെ തുരുത്തുകളും വർഗീയതയുടെ ഇരുളിടങ്ങളും സൃഷ്ടിക്കുന്നതല്ല ജനാധിപത്യം. തുറന്ന മനസ്സ്, സഹിഷ്ണുത, സംവാദം, തിരുത്തൽ, നവീകരണം എന്നിവയിൽ ഊന്നിയ കരുത്തുറ്റ ജനാധിപത്യത്തെ കാത്തുസൂക്ഷിക്കുന്ന കാവൽക്കാരും പോരാളികളുമായി നമുക്ക് മാറാം. മഹാത്മജി, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, ബാലഗംഗാധര തിലക്, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങി അനേകം സമരഭടന്മാർക്കുള്ള ഏറ്റവും വലിയ സല്യൂട്ടും അതുതന്നെയാണ്. രാജ്യത്തിനും സംസ്ഥാനത്തിനും സാമ്പത്തിക വളർച്ചയും വികസനവും വേണം. തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടണം. കൃഷി ഉൾപ്പെടെയുള്ള അടിസ്ഥാന മേഖലകൾക്ക് വികസനവും സംരക്ഷണവും വേണം. ഒപ്പം കാലാവസ്ഥാ മാറ്റമെന്ന വൻ പ്രതിസന്ധിയെ നേരിടാനാകണം. വികസന ഫലങ്ങൾ എല്ലാവരിലേക്കും എത്തണം. വികസനം ഏതാനും പേർക്കായുള്ളതല്ല, സർവതല സ്പർശിയായ വികസനവും സമ്പത്തിൻ്റെ ന്യായമായ നീതിപൂർവമായ വിതരണവുമാണ് ഒരു സോഷ്യലിസ്റ്റ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം. അവിടെ വികസനം എന്നത് ജനപക്ഷത്തു നിന്നുള്ളതായിരിക്കും. അതിന് മുൻഗണനാക്രമങ്ങളുണ്ടാകും. ക്ഷേമപ്രവർത്തനങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ ആരുടെയും ഔദാര്യമല്ല, അത് അവകാശമാണ്. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം, പ്രത്യേക പരിഗണന അർഹിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും നൽകേണ്ട സംരക്ഷണം എന്നിവ ഇക്കാലത്ത് അതീവ പ്രധാനമാണ്. അതോടൊപ്പം പുതുതലമുറയ്ക്ക് ഇവിടെ പഠിക്കാനും തൊഴിലെടുക്കാനും സ്വന്തം കാലിൽ അഭിമാനത്തോടെ നിൽക്കാനുമുള്ള വഴിയൊരുക്കണം. ലഹരി എന്ന മഹാവിപത്തിനെ പടിയിറക്കണം. നാട്ടിൽ സമാധാനവും സുരക്ഷയും പുലരണം. പൊതുവിദ്യാഭ്യാസവും പൊതുജനാരോഗ്യവും മെച്ചപ്പെടണം. ഇവ ഈ സർക്കാരിൻ്റെ മുൻഗണനാ പട്ടികയിലുള്ളതാണ്. ഇത് പ്രായോഗികമാക്കാനുള്ള നയസമീപനവും പരിപാടികളുമാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടന പോലെ മറ്റൊന്നില്ല. അത് ഒരു ജനതയുടെ അഭിമാനവും ഉറപ്പും പ്രതീക്ഷയും ഭാവിയെ കരിപ്പിടിപ്പിക്കുന്ന ചാലക ശക്തിയുമാണ്. ഭരണഘടനാ മൂല്യങ്ങളായ മതേതരത്വം, തുല്യത, അഭിപ്രായ സ്വാതന്ത്ര്യം, പ്രവർത്തന സ്വാതന്ത്ര്യം, ന്യൂനപക്ഷങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുമുള്ളവർക്കുള്ള പ്രത്യേക പരിഗണന എന്നിവ ചോദ്യം ചെയ്യപ്പെടുന്ന അപകടകരമായ ഒരു പരിസരം രാജ്യത്ത് ശക്തി പ്രാപിക്കുന്ന കാലഘട്ടം കൂടിയാണിത്. ജീവിതകാലം മുഴുവൻ രാഷ്ട്രീയ രംഗത്ത് നിന്ന, നിരവധി തവണ ഭരണഘടനാ പദവിയിലിരുന്ന രാജ്യത്തെ തലമുതിർന്ന നേതാവ് പോലും ജാതി വെറിയുടെയും തൊട്ടുകൂടായ്മയുടെയും പേരിൽ അപമാനിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അതെന്ത് സന്ദേശമാണ് രാജ്യത്തിന് നൽകുന്നത്? നമ്മുടെ രാജ്യം അവിടെ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് നടന്നതാണ്. ഇനിയും ആ ഇരുണ്ട കാലത്തേക്ക് തിരിച്ചു പോകരുത്. അത്തരം ശ്രമങ്ങൾ ഉണ്ടായാൽ അതിനെ നഖശികാന്തം എതിർക്കേണ്ടത് നമ്മുടെ കടമയും ഉത്തരവാദിത്വവുമാണ്. നമ്മുടെ ഭരണഘടനയും അത് ഉറപ്പു നൽകുന്ന അടിസ്ഥാന തത്വങ്ങളായ മതേതരത്വവും തുല്യതയും സ്വാതന്ത്ര്യവും സോഷ്യലിസവും ജനാധിപത്യ അവകാശങ്ങളും സംരക്ഷിക്കാൻ നാം ഓരോരുത്തരും പ്രത്യേക ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും കരുതലോടെയും പ്രവർത്തിച്ചേ മതിയാവൂ. ഭരണഘടനാ തത്വങ്ങൾക്കും ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ നമ്മൾ അണിനിരക്കേണ്ട സമയമാണിത്. മഹാത്മജിയും ബാബാ സാഹേബ് അംബേദ്കറും ജവഹർലാൽ നെഹ്റുവും അബ്ദുൽ കലാം ആസാദും ഒക്കെ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ച ആദർശങ്ങൾക്കും പ്രവർത്തന രീതികൾക്കും മുൻപന്നത്തെക്കാളും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഈ കാലഘട്ടത്തിൽ പ്രാധാന്യം കൈവന്നിരിക്കുന്നു. നാടെങ്ങും ചെറുപ്പക്കാർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ അതിനുദാഹരണമാണ്. അവ കണ്ടില്ലെന്ന് നടിക്കുന്നത് അക്ഷന്തവ്യമായ തെറ്റുമാണ്. നമ്മുടെ യുവത രാഷ്ട്രീയ ബോധ്യങ്ങൾ ഇല്ലാത്തവരല്ല. അവരെല്ലാം കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. തിരുത്തൽ ശക്തിയാകാനും ഭാവിയിൽ തെളിമയോടെ രാജ്യത്തെ നയിക്കാനുമുള്ള കരുത്ത് അവർക്കുണ്ട്. സമീപകാല സംഭവങ്ങൾ അതാണ് തെളിയിക്കുന്നത്. നമ്മുടെ യുവതയാണ് രാജ്യത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, നന്മ പ്രദാനം ചെയ്യുന്നതും പ്രകൃതിക്കും മനുഷ്യനും ഇണങ്ങുന്നതുമായ വികസനമാണ് നമ്മുടെ സ്വപ്നം. അനാവശ്യമായി പരസ്പരം പോരടിച്ചും മനുഷ്യരെ ഭയപ്പെടുത്തിയും അപകീർത്തിപ്പെടുത്തിയും ലഹരിക്കടിമപ്പെട്ടും വികസന വിരുദ്ധത ആയുധമാക്കിയും ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനാകില്ല. ആധുനികവും നീതിയുക്തവുമാകണം നമ്മുടെ കാഴ്ചപ്പാട്. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേകമായ പരിഗണന ലഭിക്കണം. പുതുയുഗ കേരളം എന്നത്
വെറും വാക്കല്ല, അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരാശയമാണ്. അതിനായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം, വിശ്രമമില്ലാതെ പ്രയത്നിക്കാം, പോരാടാം. ഇന്ത്യ എന്ന വികാരം കെടാവിളക്കായി മനസ്സിൽ സൂക്ഷിക്കാം. എല്ലാവർക്കും ഊഷ്മളമായ സ്വാതന്ത്ര്യദിനാശംസകൾ.